ഹായ് ഫ്രണ്ട്സ്, വലിയ മരങ്ങളിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാൻ വെട്ടിയ ആദ്യത്തെ മാവായിരുന്നു ഇത്. ആദ്യം ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തു, പൂർണ്ണ പരാജയം. അതിനുശേഷം അതിൽ ഒത്തിരി കമ്പുകൾ പൊടിച്ചു വന്നു. ആ കമ്പുകളിൽ വി ഗ്രാഫ്റ്റ് ചെയ്ത് ആദ്യം തന്നെ 2 മാവുകളാണ് വിജയിച്ചു വന്നത്. അതിൽ ഒന്ന് കാലാപ്പടിയും മറ്റൊന്ന് കാറ്റിമോണുമായിരുന്നു. തുടക്കകാലത്ത് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ലാത്തതുകൊണ്ട് എങ്ങനെ സയൺ എടുക്കണം, എത്തരത്തിലുള്ള സയൺ എടുക്കണം, എവിടെ വെക്കണം, എന്തൊക്കെ ആഫ്റ്റർ കെയർ കൊടുക്കണം എന്നുള്ള ഒരു ധാരണയും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്ത് മഴയും വെയിലും ഫംഗസും മറ്റ് കാര്യങ്ങളൊക്കെ തുടക്കകാലത്ത് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം റബ്ബർ കോട്ട് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ചെറിയ മാവുകളാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കാമ്പിയം ലെയർ വന്ന് മൂടി അതിൻ്റെ ടോപ്പ് ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഒത്തിരി പ്രായമുള്ള പഴക്കമുള്ള മാവുകളാണ്. അതിനാൽ തന്നെ കാമ്പിയം വന്ന് മൊത്തമായും കവറാകുന്നതാണ്. ഈ വെട്ടിക്കളയുന്നത് എൻ്റെ വീട്ടുവളപ്പിലുള്ള ഒരു മാവിൽ നിന്ന് കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത സയോണാണ്. ഒത്തിരി മധുരം കുറവായ മാമ്പഴം ഇതിൽ വെക്കേണ്ട എന്ന് കരുതി വെട്ടി ഒഴിവാക്കുന്നതാണ്. നമുക്ക് സ്വന്തമായി ഗ്രാഫ്റ്റിംഗ് പഠിച്ചാലുള്ള ഒരു ഗുണം തന്നെയാണ് ഇത്. സാധാരണഗതിയിൽ കായ്ഫലങ്ങൾ നൽകാത്തതോ മോശം കായ്കൾ നൽകുന്നതോ ആയിട്ടുള്ള മാവുകളാണ് നമ്മൾ ഈ ഇത്തരം ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്, അഥവാ റൂട്ട് സ്റ്റോക്കായി നമ്മൾ തിരഞ്ഞെടുക്കാറ്. നമ്മുടെ വീട്ടുവളപ്പിലും ഇതുപോലെ സീഡ് മുളച്ചുണ്ടായതോ അല്ലെങ്കിൽ കായ്ക്കാത്ത വല്ല വെറൈറ്റികളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വെട്ടി ഗ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഇതുപോലുള്ള ആഫ്റ്റർ കെയർ ചെയ്യാനുള്ള സമയവും സന്ദർഭവും കിട്ടുന്നവർ മാത്രം ഈ പ്രക്രിയക്ക് തുനിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും എനിക്ക് റബ്ബർ കോട്ട് കിട്ടുകയും ഞാൻ അത് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ സാധാരണ റബ്ബർ കോട്ട് കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇത് മറ്റൊരു മാവാണ്. സാധാരണഗതിയിൽ ഞാൻ ഒരു 5 അടി പൊക്കത്തിലാണ് വലിയ മാവുകളെല്ലാം മുറിച്ചെടുക്കാറ്. പക്ഷേ ഇത് ഏകദേശം 7 അടിയോളം ഉയരത്തിലാണ് മുറിച്ചത്. ആയതിനാൽ തന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണഗതിയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 4 അടി 5 അടി പൊക്കത്തിൽ വെച്ച് മാവുകൾ മുറിച്ച് അതിൽ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനാണ്. ഇതിൽ ഈ കാണുന്ന വെറൈറ്റികളെല്ലാം നിരന്തരം പ്രൂണിങ് ചെയ്ത് ഒരേ ഷേപ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനടിയിൽ കാണുന്ന ചില വെറൈറ്റികളൊക്കെ വളർച്ച കുറഞ്ഞ് മുരടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നല്ല വളർച്ചയുള്ള മികച്ച വെറൈറ്റികളാണ് ഇപ്പോൾ ഈ വെട്ടിക്കളയുന്നത്. ഇപ്പോൾ വെട്ടിയത് ദുബായ് ഗോൾഡ് എന്ന ദുബായിലുണ്ടായ ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് ഗ്രാമ്പൂ മാങ്ങ. ഗ്രാമ്പൂ മാങ്ങയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാമ്പൂയുടെ സ്മെല്ലുള്ള മാങ്ങയാണ്. ഇത്രയും വളർന്ന ഒരു കമ്പ് വെട്ടിക്കളയുക എന്നുള്ളത് അതീവ ദുഃഖകരമായ കാര്യം തന്നെയാണ്. കാരണം ഇതിനടിയിൽ ചെറിയ നഴ്സറിയിൽ നിന്ന് ഫാദർ വാങ്ങിച്ച ഒരു ചക്കരക്കുട്ടി എന്ന മാമ്പഴമുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഇതിൻ്റെ കൂടെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിന് വെയിൽ, സൂര്യപ്രകാശം കിട്ടേണ്ടതും വളരെ അനിവാര്യമാണ്. സോ നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള മറ്റ് കമ്പുകളൊക്കെ വെട്ടിക്കൊടുത്ത് ഇവരെ ഒരേ രീതിയിൽ വളർത്തി കൊണ്ടുവരേണ്ടതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ മാവ് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് കായ്ച്ചോ എന്നുള്ളത്. കായ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൂണിങ് പ്രക്രിയ ആദ്യം നിർത്തണം എന്നുള്ളതാണ്. പക്ഷേ അത് നിർത്തിയാലുള്ള പ്രശ്നം നമുക്കിതിൻ്റെ വളർച്ച ഒരേ രീതിയിൽ ചെയ്തു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ കയ്യിൽ ഇതുവരെ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ആകെ കായ്ച്ച ഒരു മാമ്പഴം എന്ന് പറയുന്നത് കാറ്റിമോണാണ്. കാറ്റിമോൺ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു പ്രകൃതക്കാരണം കൂടെയാണ്. കാലാപ്പാടി സാധാരണഗതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് 1 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂവിടാറുണ്ട്. പക്ഷേ വലിയ മാവിൽ ചെയ്ത കാലാപ്പാടിക്ക് അത് കാണിക്കുന്നില്ല. കാരണം വലിയ മാവിൽ ചെയ്യുമ്പോൾ തുടക്കകാലത്ത് അത് വളരെയധികം വളർച്ചയിലേക്കാണ് പോകാറ്. തുടക്കകാലത്ത് നമ്മൾ കഴിവതും വെട്ടി എല്ലാവരെയും ഒരേ വളർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അനിവാര്യം. ഈ കാര്യം വ്യക്തമായല്ലോ. സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലത്തുള്ള മാവിൻ്റെ കമ്പുകളാണെങ്കിൽ അതിൽ കായ്ഫലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ കാലക്രമേണ അതിൽ സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ അത് ഉണങ്ങിപ്പോവാനും ആ വെറൈറ്റി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇത് മറ്റൊരു മാവാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് 2 കാലാപ്പാടി ഒരേ ഏരിയയിൽ തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. സോ അതിനാൽ നമ്മൾ ഒന്നിനെ വെട്ടിമാറ്റി കൂടെ അടുത്ത് സിന്ദൂരം നിൽക്കുന്നുണ്ട്. ഇനി അതിനെ വളർത്തി കൊണ്ടുവരണം. അത് വരുന്ന ഷൂട്ടുകളൊക്കെ മൊത്തം പ്രാണികൾ കട്ട് ചെയ്യുകയാണ്. ചില വെറൈറ്റികൾക്ക് അധികം പ്രാണികളെ ആക്രമണം കാണുന്നുണ്ട്. ഈ കാണുന്ന വെറൈറ്റി കിങ് ബനാന എന്ന് പറഞ്ഞ് നമുക്ക് MS കോട്ടയിൽ സമ്മാനിച്ച ഒരു മാമ്പഴമാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത അമേരിക്കൻ വെറൈറ്റി മാവുകളാണ്.
പിക്കറിംഗ് കീത്ത്, ഓറഞ്ച് എസൻസ്, പൈനാപ്പിൾ പ്ലഷർ പോലുള്ള മാവുകളാണ്. ഇതിൻ്റെ വളർച്ച നമ്മൾ പാർക്ക് ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കൊമ്പുകൾ തൂങ്ങാനും ഒടിഞ്ഞു വീഴാനും നിരന്തരമായിട്ടുള്ള പ്രൂണിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് വളരെ അനിവാര്യം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഭാരം കാരണം ആ കമ്പുകൾ ഒടിഞ്ഞു വീഴാനും ഒരുപക്ഷെ ഗ്രാഫ്റ്റ് തന്നെ നശിക്കാനും സാധ്യതയാകാം. അല്ലെങ്കിൽ മാവിൻ്റെ വളർച്ച ഒരു വികൃത രൂപത്തിൽ തന്നെ ആയേക്കാം. ഇതിൽ നിന്ന് നമുക്ക് സയോണുകൾ പോലും എടുക്കാൻ പറ്റുന്നില്ല, കാരണം വളർച്ച അത്ര വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച നിയന്ത്രിക്കാനും തൈകൾ ഉൽപ്പാദിപ്പിക്കാനും ഇപ്പോൾ ചെയ്യുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്. 1-2 തൈകൾ വെച്ച് ഓരോ വെറൈറ്റികളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.